ഹലോ, ഇന്ന് നമുക്കൊരു കസ്റ്റാർഡ് ഫ്രൂട്ട് കേക്ക് ആയാലോ. ഫ്രൂട്ട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമുള്ള കേക്കാട്ടോ. ആ കസ്റ്റാർഡ് മിൽക്ക് വെച്ചുള്ള സോപ്പിങ്ങും ഈ ഫ്രൂട്ട്സും കസ്റ്റാർഡും ഒക്കെ ഇട്ട് അടിപൊളി ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോഴത്തേക്കും എല്ലാ ഫ്രൂട്ട്സൂടെ വാരിയിട്ട് ഒരു വെള്ളം പുറത്തോട്ടിലേക്കാൻ വേണ്ടി പ്രാവശ്യം ഞാൻ മാങ്ങ, കിവി, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, ആപ്പിൾ, ഏത്തയ്ക്ക മാത്രമേ ഇട്ടുള്ളൂ. ഓവറായിട്ടൊന്നും ഇട്ടില്ല. അപ്പം നമുക്ക് ഈ കേക്കിന് ഓർഡർ തന്നത് ആരാന്നറിയില്ലായിരുന്നു നമുക്ക്. പിന്നെ നമ്മൾ ആളെയൊക്കെ മനസ്സിലാക്കിയെടുത്ത് ഇതിനു മുമ്പ് ഒരു 2 വർഷം മുമ്പാണോ എന്തോ ഈ പയ്യൻ തന്നെ ഓർഡർ വന്നിട്ട് ഞാൻ ആ വീട്ടിലേക്ക് ആദ്യമായിട്ട് കേക്ക് കൊണ്ടുവന്നു. ലച്ചു എന്നായിരുന്നു കേക്ക് കൊടുത്ത ആളുടെ പേര്. ചെറിയ നമ്മൾ കേക്ക് കൊണ്ട് കൊടുത്ത ബർത്ത്ഡേക്കാരുടെ പേര്. അങ്ങനെ ശേഷം അവർ കഴിച്ചതിന് ശേഷം പിന്നെ അവരുടെ വീട്ടിൽ എല്ലാ ഫംഗ്ഷനും കേക്ക് എൻ്റെ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ അവർ പറയും അവർക്ക് ക്രീം ഒത്തിരി വേണ്ട എന്ന്. അപ്പം ഞാൻ ക്രീം കുറച്ച് ചെയ്ത് കൊടുക്കും. അപ്പം ഈ കേക്കും ഇതുപോലെ തന്നെ ആയിരുന്നു. അപ്പം ക്രീം കുറച്ച് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുപോലെ കസ്റ്റാർഡ് ഫ്രൂട്ട് ആയതുകൊണ്ട് ഓവറായിട്ട് എനിക്കറിയില്ലല്ലോ, പുറത്തോട്ട് ലീക്കാം. അപ്പം ഞാൻ കുറേ അയച്ചു കൊടുത്തതിൽ ക്രീം കുറച്ചുള്ള കേക്കിൻ്റെ ഫോട്ടോസ് മതി എന്നാൾ പറഞ്ഞുകൊണ്ട് ഞാൻ ന്യൂഡ് കേക്കിൻ്റെ ഫോട്ടോസായിരുന്നു ഇട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ ഈ ഫ്രൂട്ട് കേക്ക് ആയതുകൊണ്ട് പുറത്തോട്ട് ഇതായി വരുമോ എന്ന് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട്. ആളോട് പറഞ്ഞപ്പോൾ എങ്കിൽ ചെറിയൊരു കോട്ടിങ്ങിൽ കൊടുത്തോളാൻ പറഞ്ഞു. എനിക്ക് ഈ ഫ്രഷ് ഫ്ലവറിൻ്റെ കേക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ആസ്വദിച്ചായിട്ടാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു മോഡൽ ഞാൻ ചെയ്തിട്ടില്ല. ഈ മറ്റേ ജിപ്സം ഫ്ലവറൊക്കെ ചെയ്തിട്ട് മറ്റേ പൂ ഇങ്ങനെ ഏതായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കേക്ക് നമുക്ക് കൊടുക്കേണ്ട വേലഞ്ചിറയാണ്. അപ്പോൾ ലച്ചു എന്ന് പറയുന്ന പുള്ളിക്കാരി വീട് എനിക്കറിയാവുന്നതുകൊണ്ട് പ്രത്യേകം പറഞ്ഞ സർപ്രൈസ് ആണെന്ന്. അപ്പോൾ നമ്മൾ കേക്കെല്ലാം സെറ്റാക്കി ഇറങ്ങാൻ ഇപ്പോൾ ഭയങ്കര മഴ. കാരണം നേരത്തെ എത്തിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ ഇതിൽ അറിയാവുന്ന ആളാണ്. നമ്മുടെ ഇന്ന് സ്ഥിരമായിട്ട് കേക്ക് വാങ്ങിച്ചിട്ടുള്ള, പക്ഷേ ആരാ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ കേക്കൊക്കെ ആയിട്ട് അവിടെ ചെന്ന് പുള്ളിക്കാരി ഭയങ്കര സർപ്രൈസായി. കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ കേക്ക് കൊടുത്തപ്പോഴത്തേക്ക് ഇത് ആരാ, എവിടുന്നാ, എന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ ഈ ഓർഡർ തന്ന ആളെ. അപ്പോൾ ഇത് ആരാന്ന് കുറേ ചോദിച്ചു. അപ്പോൾ നമ്മൾ ആരാ എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് നേരത്തെ ഓർഡർ തന്നപ്പോൾ അത് എൻ്റെ ബ്രദറാണ്. ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ നിന്ന് ഒരുപാട് കേക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ലച്ചുവിനെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയിനകത്തുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.